വെൽക്കം ബാക്ക് ടു തത്തമസി യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫുൾ മൂൺ ഗൈഡൻസസ് ഇൻ ദ മന്ത് ഓഫ് ഫെബ്രുവരി. 12-ാം തീയതി സ്നോ മൂണാണ്. അതായത് ഫെബ്രുവരിയിലെ ഫുൾ മൂണിനെ നമ്മൾ സ്നോ മൂൺ എന്നാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഫുൾ മൂൺ, ന്യൂ മൂൺ സമയത്തെല്ലാം സ്പെഷ്യലായിട്ട് മൂൺ ഗൈഡൻസസ് എടുക്കുന്നത് എന്നിപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാമായിരിക്കും, കുറേ പേർക്കെങ്കിലും. കാരണം മൂൺ റെപ്രസെൻറ്റ് അവർ മൈൻഡ്. നമ്മളുടെ മനസ്സിൽ, നമ്മളുടെ ഇമോഷൻസുമായിട്ട് മൂണിന് വളരെ അധികം ബന്ധമാണുള്ളത്, വളരെയധികം ഇൻഫ്ലുവൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഓരോ മൂൺ പീരീഡ്സും ഒരു ന്യൂ ബിഗിനിങ്ങിനെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഓരോ 15 ദിവസം എന്ന് പറയുന്ന ന്യൂ മൂൺ, ഫുൾ മൂൺ ടൈം പീരീഡിൽ ഓരോ പാറ്റേൺസ് നമ്മളിൽ വിസിബിളായി വരികയും ഈ പാറ്റേൺസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എൻഡ് ചെയ്യാനായിട്ടും, നല്ല പാറ്റേൺസ് ആണെന്നുണ്ടെങ്കിൽ അത് നർച്ചർ ചെയ്യാനായിട്ടും ഒക്കെ നിങ്ങളെ എടുത്തെടുത്ത് മനസ്സിലാക്കിച്ചു തരാൻ സഹായിക്കുന്ന സമയങ്ങളാണ് ന്യൂ മൂൺ പീരീഡ്സ്, ഫുൾ മൂൺ പീരീഡ്സ്. അപ്പോൾ എപ്പോഴും പൗർണമി എന്ന് പറയുമ്പോൾ നമുക്ക് പോസിറ്റിവിറ്റി ആണ് ഉള്ളത്. ഈ ഒരു സമയം നല്ല ഹാബിറ്റ്സ് ബിൽഡ് ചെയ്ത് എടുക്കാനായിട്ടും, ജീവിതത്തിൽ ഗോൾസ് ഉണ്ടെങ്കിൽ ആ ഗോൾസുമായിട്ട് നമ്മളുടെ മനസ്സുകൊണ്ട് കണക്റ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ വരുന്ന ഫുൾ മൂണിൽ ഉള്ള ഗൈഡൻസ് ആണ് നമ്മൾ തരാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള കാർഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പ് നമ്പർ 1 സെൽഫ് ലവ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1. ആൻഡ് സറണ്ടർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ. ആൻഡ് റെസിസ്റ്റൻസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഈ ഒരു വേർഡ് അത് നോക്കിയിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്യുക. ഇത് ജെൻറൽലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. അടുത്ത ഫുൾ മൂൺ വരെയാണ് നിങ്ങൾക്ക് ഇത് റെസനേറ്റഡ് ആവുക. ഓക്കെ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. ഗ്രൂപ്പ് നമ്പർ 1 സെൽഫ് ലവ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 1 സെൽഫ് ലവ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. ആൻഡ് യു ഗോട്ട് പവർ. ഓക്കെ. ആൻഡ് നമ്പർ 7. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ഏറ്റവും അധികം സ്ട്രെങ്ത് ലഭിക്കാൻ പോകുന്നത് ഇൻറ്ററാക്ഷൻസിലാണ്. അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്ന വ്യക്തി അതെത്ര പവർഫുള്ളാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള മനോബലം നിങ്ങൾക്കുണ്ടായി വരികയാണ്. കാരണം പലപ്പോഴും കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ അറിവ് കുറവാണോ എന്നൊക്കെയുള്ള ധാരണകളുണ്ട്. അത് ഇപ്പോൾ ഒഫീഷ്യൽ മീറ്റിങ്ങുകൾക്കാകാം, പേഴ്സണൽ റിലേഷൻഷിപ്പുകളിലായിരിക്കാം, നിങ്ങളുടെ പാരൻസിനോടായിരിക്കാം, നിങ്ങളുടെ സ്പൗസിനോടായിരിക്കാം, നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനോടോ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോടോ ആരോടാണെങ്കിലും, നിങ്ങൾക്ക് ഫ്രണ്ട്സിനോടോ ഒക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോ പറയാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നൊരു സമയമാണ്. ആ ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. യു ആർ ബ്ലെസ്ഡ് ഇമെൻസ്ലി വിത്ത് ദ പവർ ഓഫ് സെയിങ് നോ. അതുപോലെ തന്നെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, നിങ്ങളെ വേണ്ടാത്ത രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റു വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരാണെങ്കിലും, സംസർഗം എന്ന് തന്നെ പറയാം, നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ, അതിൽ നിന്ന് പുറത്തു വരാനും നിങ്ങൾക്ക് സാധിക്കും. അതായത് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത്, അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾ എന്ന് ഉള്ളത് വിട്ടുകഴിഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കുക, അവർക്ക് വേണ്ട നിങ്ങളെയാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം പുറത്ത് വരാനുള്ള ഒരു വലിയ ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കൺക്ലൂഷൻസ് ആർ വിത്തിൻ റീച്ച്. ഫുൾ മൂൺ എക്ലിപ്സ് ആണ് വരുന്നത്. നിങ്ങളുടെ ലൈഫിൽ അൺനെസസറി ആയിട്ടുള്ള വ്യക്തികളെ എടുത്ത് കളയാനുള്ള ഒരു സമയമാണ്. ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതുകൊണ്ട് നിങ്ങൾ നീക്കം ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ,
ഇനി ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ പോകുന്നില്ല. കാരണം അവരുമായിട്ടുള്ള കർമ്മ നിങ്ങൾക്കിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ അടച്ച വാതിൽ ഇനി തുറക്കാൻ പോകുന്നില്ല. അതൊരു ക്ലോസ്ഡ് കേസാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എൻഡായി പോകുന്ന സാഹചര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സ്ഥാനമില്ല, അത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. ആൻഡ് നെക്സ്റ്റ് കാർഡ് വരുന്നത് ഏരിസ് ആണ്. ഓക്കെ, ഇറ്റ്സ് ടൈം ടു ആക്ട്. അതിൽ നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളൊരു പവറിലേക്കൊരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് ഉയരുക എന്നുള്ളതും കൂടാണ്. അപ്പോൾ നമ്മൾ ഈ കൺക്ലൂഷൻസ് ചേർത്ത് വായിക്കുമ്പോൾ, മൂൺ ഗൈഡൻസുമായിട്ട് നമ്മളിത് ചേർത്ത് വായിക്കുമ്പോൾ, നിങ്ങളുടെ പവറിനെ ഹോൾഡ് ചെയ്തു വെച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു. ആൻഡ് ഓൾസോ നമുക്കിവിടെ വന്നത് ഈ പവറാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ പവർ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ആണെങ്കിലും, നിങ്ങളുടെ അവെയർനെസ്സിനെ ഇത്രയും നാളും ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന, അത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. അവർ മനഃപൂർവ്വമല്ല, അവർ അങ്ങനെയാണ്, അവരുടെ വ്യക്തിത്വം അങ്ങനെയാണ്. അപ്പം അതായത് ശരിക്കും ഒരു ഈ ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളെ ഇട്ട് അമ്മാനം അടിച്ചുകൊണ്ടിരുന്ന, അവരുടെ താളത്തിന് ഇട്ടുകൊണ്ടിരുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് വഴി യു ആർ ഗെറ്റിംഗ് യുവർ പവർ ബാക്ക്. ആൻഡ് ഇതിൻ്റെ അകത്ത് സെൽഫ് ലവ് ആണ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വരുന്നത്. യു ആർ കണക്റ്റിംഗ് ടു യുവർ സെൽഫ് ലവ്. ആൻഡ് നമ്പർ 6 ഇസ് എ നമ്പർ ഓഫ് വീനസ്. സോ നിങ്ങളുടെ ഉള്ളിലുള്ള ആ എംപതി ഗ്രോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ബ്യൂട്ടി, ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. നിങ്ങളുടെ ഇന്നർ ബ്യൂട്ടിയിലേക്ക് നിങ്ങൾ കണക്റ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ നിങ്ങൾക്ക് ഔട്ടർ ബ്യൂട്ടിയും ഫീൽ ചെയ്യാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ വീനസ് സ്ട്രോങ് ആവാണ്. നിങ്ങളുടെ ഉള്ളിൽ അൺകണ്ടീഷണൽ ലവുമായിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്യാണ്. ആക്ച്വലി നിങ്ങളുടെ ലൈഫ് ഈ ഒരു സമയത്ത് വളരെയധികം പോസിറ്റീവ് ആകാനുള്ളൊരു വാതിൽ ഓപ്പൺ ചെയ്തു വരികയാണ്. ഇത് ശരിക്കും കാർമികമായിട്ടുള്ള ഏതൊക്കെയോ വ്യക്തികൾ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യക്തി, ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മനസ്സിലാക്കാൻ, നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തി തന്നെയാണ്. അത് നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകുന്നുണ്ട്. അത് ചില സാഹചര്യത്തിലൂടെ ആയിരിക്കാം. അതൊരു ബ്ലെസ്സിങ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ആൻഡ് ഓ വാവ്, ദ ലവേഴ്സ് ആൻഡ് ദ സൺ കാർഡ്. സക്സസ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ആൻഡ് ഡെസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് വഴി നിങ്ങളുടെ ട്രൂ സോൾമേറ്റ് നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് അവിടെ നടക്കുന്നുണ്ട്. യു ആർ ആക്ച്വലി പവർഫുൾ. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ഒരു ടാഗ് ലൈനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് യു ആർ ഗെറ്റിംഗ് യുവർ പവർ ബാക്ക്, യു ആർ ബീങ് പവർഫുൾ. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ളൊരു മൂൺ ഗൈഡൻസ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ ഗൈഡൻസസ് ലഭ്യമാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കോഴ്സസ് ആണ്, അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു ഹീലിംഗ് സെഷൻ ആവശ്യമാണ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആവശ്യമാണ്, ഇമോഷണൽ ട്രോമ ഹീലിംഗ് ആവശ്യമാണ്, റിലേഷൻഷിപ്പ് ഹീലിംഗ് ആവശ്യമാണ്, സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആവശ്യമാണ്, സ്പിരിച്വൽ ഹീലിംഗ്സ്, മെഡിറ്റേഷൻസ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്, അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഓക്കെ, നൗ ഗ്രൂപ്പ് നമ്പർ 2 സറണ്ടർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 2 സറണ്ടർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗ് ആണ്. ആൻഡ് യു ഗോട്ട് ബ്യൂട്ടി. ഓക്കെ, ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ട്രോമാസ് എല്ലാം ഹീലായി വരികയും നിങ്ങൾക്ക് എന്തിലേക്കാണ് കണക്റ്റ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാകാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു സറണ്ടർ മോഡിൽ നിൽക്കുക. നിങ്ങൾക്ക് വേണ്ട ലക്ഷ്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളൂ. ഈ ഒരു സമയം ട്രാൻസ്ഫർമേഷൻ്റെ ഒരു സമയമാണ്. ആൻഡ് ദെൻ യു ഗോട്ട് കാർഡിനൽ മൂൺ, ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവ്. ഓക്കെ,
നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ഒരു സമയത്ത് നിങ്ങൾക്ക് സെൽഫ് വർത്ത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സെൽഫ് വർത്ത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുന്നുണ്ട്. ഇത് നിങ്ങളെ കൂടുതൽ ബോൾഡാക്കുന്നുണ്ട്. അതായത് ഏതൊക്കെയോ നഷ്ടങ്ങളിൽ കൂടി കടന്നു പോയ നിങ്ങൾക്ക് എവിടെ നിന്നോ ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ട്. ആ ഒരു പിടിവള്ളിയിൽ നിങ്ങൾ സറണ്ടർ ചെയ്ത് നിങ്ങളുടെ ഷാഡോ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങി നിങ്ങളുടെ സെൽഫ് വർത്ത്. അവിടെ നിന്ന് നിങ്ങൾക്ക് പതിയെ ഓരോ ആക്ഷൻ എടുത്ത് തുടങ്ങണം. അപ്പം ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. പല കാര്യങ്ങളും വിധിക്ക് വിട്ടുകൊടുത്തിരുന്ന നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകാൻ തുടങ്ങി നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളാണ്. അപ്പോൾ ഫോളോ യുവർ ഹാർട്ട് ആൻഡ് യുവർ ഇമോഷൻസ്. ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഇമോഷൻസിനെ നർച്ചർ ചെയ്യുക. അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെ തടസ്സങ്ങൾ മാറ്റാനായിട്ട് നിങ്ങൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ റൂട്ട് ചക്രയാണ് നിങ്ങളിപ്പോൾ സ്ട്രോങ് ആക്കി എടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കാർഡ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് വീനസ് ആണ്. ഇവിടെ ബ്യൂട്ടി ആൻഡ് വീനസ് നമുക്ക് ഒന്നിച്ച് വായിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനും ഡ്രാസ്റ്റിക് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇത് ഇവിടെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സും വന്നിട്ടുണ്ട്, 2 and 21. റൈറ്റ് ട്രാക്കിലാണ് നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് പടിപടിയായിട്ട് നിങ്ങൾ ഉയരാണ്. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന മിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് റിവീലായി വരുന്നൊരു സമയം കൂടാണ്. ഇത് നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക്കൽ അബൻഡൻസ് വരുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബ്യൂട്ടി വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊരു കുറവ്, ഒരു അയവ് സംഭവിച്ചിട്ടുണ്ട്. അത് കാരണം നിങ്ങൾ സറണ്ടർ ചെയ്യാൻ പഠിച്ചു, ലെറ്റ് ഗോ ചെയ്യാൻ നിങ്ങൾ പഠിച്ചു. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് പതുക്കെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. സോ റൈറ്റ് ആക്ഷൻ അറ്റ് ദ റൈറ്റ് ടൈം എന്നുള്ള ഒരു തോട്ട് നിങ്ങളിലേക്ക് ഇപ്പോൾ ശക്തമായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾ ഓൾറെഡി ട്രാൻസ്ഫോർമേഷനിലാണ്. ഏത് ഡയറക്ഷനിലേക്ക് പറക്കണമെന്ന് നിങ്ങൾക്ക് ഓൾറെഡി തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനേക്ക് എംബ്രേസ് ചെയ്യേണ്ട ഒരു സമയമാണ്. പിന്നെ കുറച്ച് സെൽഫ് കെയർ ഒക്കെ ചെയ്യുക, സെൽഫ് പാമ്പറിങ് ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യുക. ഈ ഒരു സമയം നിങ്ങളാണ് നിങ്ങളുടെ ഫോക്കസ് എന്നുള്ളത്. കാരണം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് പഠിച്ചു. ഓക്കെ, ആൻഡ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് സറണ്ടറാണ്. ഇതിൽ ഡെസ്റ്റിനി എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമൈൻഡ് ആണെന്ന് നമ്മൾ പറയുമ്പോഴും നിങ്ങൾ ജനിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സോള് ഒരു കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ട്. യെസ്, ഇതൊക്കെയാണ് ഞാൻ ഈ ലൈഫ് ടൈമിൽ അനുഭവിക്കാനുള്ളത്, ഈ ചലഞ്ചുകളാണ്, ഈ ബ്ലെസ്സിങ്സ് ആണ്, ഈ ലക്ഷ്യങ്ങളാണ് എന്ന് പറയുമ്പോഴും അവിടെ ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. ഈ ആക്ഷൻ എടുക്കാതെ നമ്മൾ വെറുതെ ഒരു കസേരയിൽ കയറിയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ സോൾ ഓൾറെഡി കോൺട്രാക്റ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതെല്ലാം തനിയെ നടന്നോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കാനുള്ള ടൂളാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ആ ശരീരത്തിന് മുന്നോട്ട് നയിക്കാനുള്ള ശക്തിയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. ആ മനസ്സിന് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കാനുള്ള പവറാണ് നമ്മുടെ സോൾ എന്ന് പറയുന്നത്. അപ്പം ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ സോളിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണ് എങ്കിലും നമ്മളുടെ മനസ്സും ശരീരവും ഒന്നിച്ചു ചേർന്ന് സോളുമായിട്ട് അലൈൻഡ് ആവുമ്പോഴാണ് അവിടെ റിസൾട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുക. അപ്പോൾ ഈ നോളജൊക്കെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടാത്ത പല തോട്ട്സുകളും നിങ്ങൾ അങ്ങോട്ട് സറണ്ടർ ചെയ്യുക. അതായത് ചില രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങളെല്ലാം അങ്ങ് സറണ്ടർ ചെയ്ത് മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഓ വാവ്, വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് 9 of Cups. ഈ ഒരു സമയം നിങ്ങൾക്ക് ലക്ക് ഫേവർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു 1 monthനുള്ളിൽ സാധിക്കാൻ പോകുന്നുണ്ട്. അതിന് എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഇവിടെ ലഭ്യമാവുന്നതാണ്. കാരണം നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡായി നിൽക്കുന്ന സമയമാണ്. വിഷ് ഫുൾഫിൽമെൻറ്റ് പോലെയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോബ് ആയിരിക്കാം, ഈവൻ നിങ്ങളുടെ സ്കിൽ സെറ്റ്, നിങ്ങളുടെ ക്രാഫ്റ്റ്, ഈ കൈകൊണ്ടൊക്കെ ചെയ്യുന്ന കാര്യമാണ് നമ്മളിവിടെ എടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. യു ക്യാൻ സ്റ്റാർട്ട് റീഡിങ് എ ബുക്ക്. നിങ്ങൾക്ക് ഒരു കോഫി ഡേറ്റിന് പോകാനായിട്ട് പ്ലാൻ ചെയ്യാം. ഇറ്റ്സ് ഓൾ ഗെറ്റിംഗ് ഇൻ ടു റൈറ്റ് പ്ലേസ് റൈറ്റ് നൗ. അപ്പോൾ ഇവിടെയൊക്കെ മടിച്ച് നിൽക്കാതെ ഒരു ബോൾഡായിട്ടൊരു മൂവ് എടുക്കുക.
ഇഫ് യു ആർ കോൺഫിഡൻറ്റ്, ദാറ്റ് ഇസ് ദ വേ ദ വേൾഡ് പെർസീവ്സ് യു. നിങ്ങൾ അണ്ടർ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലൊന്നും ആർക്കും ഒരു വിശ്വാസവും തോന്നില്ല. കാരണം നിങ്ങൾക്ക് തന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ തന്നെ വേണ്ടാത്ത വിശ്വാസങ്ങളെ എടുത്തു കളയുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള മൂൺ ഗൈഡൻസസ് ഫോർ ദ മന്ത് ഓഫ് ഫെബ്രുവരി. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതൊക്കെ നമുക്കൊരു മോട്ടിവേഷനാണ്, ഇൻസ്പിറേഷനും ഒക്കെയാണ് കൂടുതൽ നന്നായിട്ട് വീഡിയോസ് ചെയ്യാനും ഗൈഡൻസസ് പ്രൊവൈഡ് ചെയ്യാനും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ടോപ്പിക് സജഷൻസ് നിങ്ങൾക്ക് തരാവുന്നതാണ് കേട്ടോ. നമ്മൾ അതനുസരിച്ചിട്ട് വീഡിയോസ് കൊണ്ടുവരുന്നതാണ്. കോമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ടോപ്പിക്സ് സജഷൻസ് ആയിട്ട് തരാം. ഇനി നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ ഗൈഡൻസസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കോഴ്സസ് ആണ്. അതുപോലെ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, സ്പിരിച്വൽ ഹീലിങ്സ്, ഇമോഷണൽ ട്രോമ ഹീലിംഗ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, റിലേഷൻഷിപ്പ് ഹീലിംഗ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 3 റെസിസ്റ്റൻസ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 3 റെസിസ്റ്റൻസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജ് എന്താണ് എന്നുള്ളത്. ഫുൾ മൂൺ ഇൻ അക്വേറിയസ് ഷോ ദ വേൾഡ് ദ റിയൽ യു. ഓക്കെ, നിങ്ങളുടെ ഫുൾ ഓൺ പൊട്ടൻഷ്യൽ പുറത്തെടുക്കേണ്ട സമയമാണ്. സോ ഇഫ് യു ഹവ് നോട്ട് റിയലൈസ്ഡ് ഹൂ യു റിയലി ആർ, ഇതാണ് അതിനുള്ള സമയം. ഇനി നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണെങ്കിലും പുറത്തേക്ക് നിങ്ങളത് പ്രൊജക്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു ഇൻഹിബിഷനും കൂടാതെ നിങ്ങളായി തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾ പുറത്തേക്ക് കൊടുക്കുക. ഇതിൽ ടെക്നിക്കൽ സൈഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു മടിയും കൂടാതെ നിങ്ങളുടെ ഫുൾ സ്വിങ്ങിൽ നിങ്ങളുടെ ഒരു വർക്ക് പുറത്തേക്ക് ലോകത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ക്ലിങ്കി ആയിട്ടുള്ള, നീഡി ആയിട്ടുള്ള ഒരു ഇമോഷൻ അത് ഉപേക്ഷിക്കുക. കാര്യം ഇത് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ പോലും ഇങ്ങനെ തെന്നിത്തെറച്ച് നടക്കുന്ന ഒരു എനർജിയാണ്. അതായത് ഒന്നിലും നമ്മൾ അറ്റാച്ച്ഡ് ആവുന്നില്ല. ഈ ചേമ്പലയുടെ പുറത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ ആ ഇലയുടെ പുറത്ത് വെള്ളമുണ്ട്, വെള്ളവും ആ ഇലയും തമ്മിൽ കോണ്ടാക്റ്റുമുണ്ട്. എന്നാലും ഇത് രണ്ടും പരസ്പരം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ് അല്ലേ. ഒന്നിൽ അബ്സോർബ്ഡ് ആയി പോകുന്നില്ല, ഒന്നിൽ അറ്റാച്ച്ഡ് അല്ല. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്സ് ആണെങ്കിലും നിങ്ങളുടെ ഗോൾസ് ആണെങ്കിലും ആക്ച്വലി നിങ്ങളുടെ ഒരു ലൈഫ് ഈ ഭൂമിയിൽ നിങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇമോഷനിൽ നിന്നാൽ വേണ്ടാത്ത കാര്യങ്ങളാണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മായ്ച്ചു കളയാനായിട്ട് സാധിക്കും. അത് എളുപ്പമാകും നിങ്ങൾക്ക്. എന്നാൽ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ലൈഫിനോടുള്ള ഒരു പ്രണയം, ഒരു റൊമാൻസ്, അത് മനസ്സിൽ നിന്ന് എടുത്ത് കളയാതെയും ഇരിക്കുക. നമ്മൾ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് പ്രണയിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പ്രണയം എന്ന് പറയുന്നത് വേണ്ട എന്നുള്ളത്. അതങ്ങനെയല്ല. പ്രണയത്തിനല്ല അവിടെ വിഷയമുള്ളത്. പ്രണയത്തിലൂടെ അത് ഏതെങ്കിലും വസ്തുവിനോടാണെങ്കിലും വ്യക്തിയോടാണെങ്കിലും റിസൾട്ടിനോട് നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് വരുമ്പോഴാണ്, അതായത് ആ വ്യക്തിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത്. അതല്ലാതെ ലവ് ആസ് സച്ച് ഇസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഫുൾഫില്ലിങ്. അപ്പോൾ അവിടെ ആ പ്രണയം ആണ് നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളത്. കാരണം നിങ്ങൾ വളരെ അറ്റാച്ച്ഡ് ആയിട്ട് പോയിട്ടുണ്ട് റിസൾട്ടുകളിലോട്ട്. അത് കരിയറിൽ നിന്നുള്ള റിസൾട്ട് ആണെങ്കിലും ഇപ്പം ഒരു കരിയറിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരിയറിനെ നിങ്ങൾ പ്രണയിക്കുക, എൻജോയ് ദ പ്രോസസ്സ്. അവിടെ തന്നെ നിങ്ങൾക്ക് വേണ്ട സാറ്റിസ്ഫാക്ഷൻ കിട്ടി, ഓട്ടോമാറ്റിക്കലി ദ റിസൾട്ട് വിൽ ഫോളോ. ഓക്കെ. ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങൾ കടന്നു പോയിട്ടുള്ളതായ സാഹചര്യത്തിലൂടെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് കടന്നു പോകുന്നതായിട്ട് മനസ്സിലായാൽ അവർക്കൊരു സഹായം കൂടെ കൊടുക്കാൻ പറ്റുന്നൊരു സമയമാണ്. നിങ്ങളിലേക്ക് അങ്ങനെ ഒരു വ്യക്തിത്വം അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്തു എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ. ആൻഡ് ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് കാർഡ്.
ഓക്കെ, അസസിങ് ആണ് വരുന്നത്. ഇത് നോളജ് സീക്കിംഗ് ആണ്. ശരിക്കും ഒരു പഠനമാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത്. ആ ഒരു ഹയർ സെൽഫിലേക്കുള്ളൊരു വിസ്ഡം, അതിലേക്ക് കണക്ട് ചെയ്യുന്ന നിങ്ങളുടെ എനർജി, അത് എംബ്രേസ് ചെയ്യുക. അതായത് നിങ്ങളുടെ ക്രൗൺ ചക്ര, നിങ്ങളുടെ തോട്ട്സ് ഇത് പ്യൂരിഫൈ ആകുന്ന സമയമാണ്. അത് പ്യൂരിഫൈ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് പ്യുവർ നോളജ്, ഇത് പ്യുവർ വിസ്ഡം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ റിസീവ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സിലേക്ക് നിങ്ങൾ എത്തുക. നമുക്കിവിടെ വന്ന് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, വേണ്ടാത്ത കാര്യങ്ങൾ റെസിസ്റ്റ് ചെയ്യാം, പക്ഷെ നിങ്ങളിലേക്ക് വരുന്ന ഇൻഫർമേഷൻസിനെ എല്ലാം അങ്ങനെ അങ്ങ് റെസിസ്റ്റ് ചെയ്ത് കളയരുത്. കുറച്ചൊരു ആക്സെപ്റ്റൻസിൽ നിൽക്കേണ്ടത് ആവശ്യമാണ്. കാരണം എല്ലാം നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു പോയിന്റ് എത്തിയതുകൊണ്ടാണ് നിങ്ങൾ എല്ലാത്തിനും റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ മനോവിഷമം എന്ന് പറയുന്നത് ഉണ്ടായത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ്, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് എക്സ്പെക്റ്റേഷൻസ് എടുത്ത് മാറ്റുക. അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാതെ വളരെ ന്യൂട്രലായിട്ട്, വളരെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളെ യൂസ് ചെയ്യുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ അവർക്ക് ബൗണ്ടറി വെക്കുക. അതല്ലാതെ നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനും സക്സസിനും ഗ്രോത്തിനും ഒന്നും ഇവിടെ ഒരു റെസിസ്റ്റൻസ് അല്ല വെക്കേണ്ടത്. യു ഗോട്ട് ഈഗിൾ, ഇത് സക്സസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് സാഹചര്യത്തിലും ആ ലക്ഷ്യം തന്നെ ഫോക്കസ് ചെയ്ത് പറന്നുയരുന്ന ഒരു എനർജിയാണ് ഈഗിളിൻ്റെ എനർജി. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് അല്ല ഇപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. സെറ്റിംഗ് സ്ട്രോങ് പേഴ്സണൽ ബൗണ്ടറീസ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ആൻഡ് ഇവിടെ മഹാവിഷ്ണുവിൻ്റെ ഒരു എനർജി എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇവിടെ നമ്പർ 9 ആണ്. അത് മാഴ്സിൻ്റെ ഒരു നമ്പറാണ്. ആക്ഷൻ എടുക്കേണ്ട സമയമാണെന്ന് പറയുമ്പോൾ പോലും ഇത് വയലറ്റ് കളർ ആൻഡ് ദ ക്രൗൺ ചക്ര, എനിക്ക് ജൂപ്പിറ്റർ എനർജി വരുന്നുണ്ട്. ആൻഡ് ഈഗിൾ എന്ന് പറയുന്നത് നമ്മൾ ഗരുഡൻ പറയാം, അത് കൃഷ്ണൻ്റെ വാഹനമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായി വന്നിട്ടുള്ള തോട്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് പോസിറ്റീവ് തോട്ട്സ് ആണ്. അതിനെ വളർത്തിയെടുക്കാനായിട്ടുള്ള പവർ നിങ്ങൾക്കുണ്ട്. അതിന് ഡെഡിക്കേഷൻ ആവശ്യമാണ്. ബിക്കോസ് വി ഗോട്ട് സ്ട്രോങ് സാറ്റേൺ എനർജി. സാറ്റേൺ ഇപ്പോൾ അക്വേറിയസിലാണ് ഉള്ളത്. മാർച്ച് എൻഡ് വരെ അക്വേറിയസിൽ തന്നെയാണ് ഉള്ളത്, കുംഭരാശിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലി കുംഭരാശിയിലുള്ളവർക്ക്, അല്ലെങ്കിൽ അക്വേറിയസ് അസെൻഡൻറ്റ്, അല്ലെങ്കിൽ അക്വേറിയസ് ബോൺ ആൾക്കാർക്ക്, സോഡിയാക് സൈൻ ഉള്ളവർക്ക്, അല്ലെങ്കിൽ അവിട്ടം, ചതയം, പുരുരുട്ടാതി നക്ഷത്രം പോലുള്ളവർക്ക് ഇത് കൂടുതൽ റെസണേറ്റ് ആവുന്ന ഒരു മെസ്സേജാണ്. എനിക്ക് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അറിയാൻ താല്പര്യമുണ്ട് കേട്ടോ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മെസ്സേജ് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് കൂടുതൽ കാർഡ്സ് നോക്കാം. സോളാർ കാം ക്ലാരിഫൈ, ഒരു ഭൂകമ്പം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ഒടുങ്ങിയ സമയമാണ്. ഓക്കെ, ഒരു ക്ലാരിറ്റിയൊക്കെ ഇപ്പം വന്നു, ഒന്ന് കൊടുങ്കാറ്റ് അവസാനിച്ച് ശാന്തതയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മത്തിലേക്ക് മനസ്സ് അർപ്പിച്ചുകൊണ്ട് കണക്ട് ചെയ്യാം. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ്. ആൻഡ് ഓൾസോ റിമെമ്പർ ഹൗ പവർഫുൾ യു ആർ. നിങ്ങൾക്ക് വന്നിട്ടുള്ള ടാറോ കാർഡ്സ് എന്ന് പറയുന്നത് ഹീലിങ്ങിന് ശേഷമുള്ള ഒരു ന്യൂ ബിഗിനിങ്. ആൻഡ് ഇവിടെ ഈ ബൈനക്കുലർ 2 തവണയാണ് നിങ്ങളുടെ റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. സോ മനസ്സിലാക്കുക, ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ അടുത്തുള്ളതാണെങ്കിലും അതിനെ മാറി നിന്ന് വീക്ഷിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ബിഗർ പിക്ചർ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് ഇറങ്ങി മാറി നിന്ന് അതിനെ ഒന്ന് വീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു തോട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങും. അവിടെ നിന്ന് എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്, ലൈക്ക് റീബർത്ത്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. യു ആർ ബ്ലെസ്ഡ് ബൈ ജൂപ്പിറ്റർ ആൻഡ് സാറ്റർൺ. ആ എനർജി ചെറിയ എനർജി അല്ല. ഇത് നിങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും ആരും എടുത്തുകൊണ്ട് പോവാത്ത വിധമുള്ള ബ്ലെസ്സിങ് ആണ് തന്നിരിക്കുന്നത്. വെൻ സാറ്റേൺ ആക്ച്വലി ബ്ലെസ്സസ് യു, ദിസ് ഈസ് എ ബ്ലെസ്സിങ് ഫോർ ദ ലൈഫ് ടൈം. ആൻഡ് യെസ്, ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ളൊരു മെസ്സേജ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഗൈഡൻസസ് ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആവശ്യമാണ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ്, സ്പിരിച്വൽ മെഡിറ്റേഷൻസ്, ഇമോഷണൽ ട്രോമ ഹീലിംഗ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്.
ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കോഴ്സസ് ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു എൻലൈറ്റനിങ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.